ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയാലോ. ആദ്യം ഒരു കുക്കറിലേക്ക് ഒരു 1/3 കപ്പ് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ് ഓപ്ഷനിലാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. പിന്നീട് ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേക്കോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4 മണി ഉലുവ, 4-5 മണി, കൂടി പോകണ്ട, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക്, അതേപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ഉള്ളി നന്നായി വഴന്ന് കിട്ടണം. അതിലേക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് സാധാരണ മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇവ ചേർത്തിട്ട് നന്നായി ഇതുപോലെ തന്നെ എണ്ണയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായി ചൂട് പോയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ പരിപ്പ് റെഡി ആയിട്ടുണ്ടാവും, വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ ചേർക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ചേർക്കണേ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും പുളിവെള്ളവും ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കായപ്പൊടി ചേർക്കാം. അത് ചില കായം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്ത് നോക്കുക, എന്നിട്ട് പിന്നെ അവസാനം ചേർത്താൽ മതി. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പ്രഷർ മൊത്തത്തിൽ കളയാം. ഞാനിവിടെ വെണ്ടയ്ക്കയും വഴുതനയും എണ്ണയിലൊന്ന് വഴറ്റിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ചെറിയുള്ളി ഒന്ന് ബ്രൗണായി വരണം. ഇതുവരെ ഒന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് മല്ലിയിലയും ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. നല്ല സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ടീയുടെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാഗൽ ഹോ ജാഊംഗാ തുझे कैसा लगता है. തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ.